ഇനി വരാൻ പോകുന്ന PSCയുടെ പരീക്ഷയായ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അതിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ചാനലിൽ ഇതുവരെ ഇട്ട ക്ലാസ്സുകളെല്ലാം ഈ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ കയറി എൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? റൈസ് ആൻഡ് കറി ഡാഷ് മൈ ഫേവററ്റ് ഡിഷ്. അപ്പോൾ ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ആർ, ഈസ്, വേർ, നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ സാധാരണ നോക്കേണ്ട കാര്യം എങ്ങനെയാണ്? റൈസ് ആൻഡ് കറി. ഇപ്പം അങ്ങനെ ആൻഡ് ചേർന്ന് വരുന്ന രണ്ട് നൗൺസിൻ്റെ കൂടെ ആൻഡ് ചേർന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ അതിനെ എന്തായിട്ടാണ് കണക്കാക്കുക? പ്ലൂറലായിട്ടാണ് കണക്കാക്കുക. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ റൈസ് ആൻഡ് കറി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐഡിയയാണ് തരുന്നത്, ഒരു ഒറ്റ ആശയത്തെയാണ് തരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സിംഗുലറായിട്ട് പരിഗണിക്കണം. അതുപോലെ തന്നെയാണ് ടൈം ആൻഡ് ടൈഡ്, സ്ലോ ആൻഡ് സ്റ്റഡി, ബ്രെഡ് ആൻഡ് ബട്ടർ, ഇങ്ങനെയൊക്കെയുള്ളതുണ്ടല്ലോ, നോളജ് ആൻഡ് പവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും രണ്ടെണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ട് നൗൺസ് വരുന്നുണ്ട്, ഇടയ്ക്ക് ആൻഡും വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവ ഒറ്റ ആശയത്തെ തരുന്നുണ്ട്, ഒരു സിംഗിൾ ഐഡിയ തരുന്നുണ്ട്. അങ്ങനെയുള്ളവയെ നമ്മൾ എന്തായിട്ടേ കാണാവൂ? സിംഗുലറായിട്ടേ കാണാവൂ. അപ്പോൾ അങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മൾ സിംഗുലറായിട്ടുള്ള വെർബായിരിക്കണം എഴുതേണ്ടത്. ഇവിടെ നോക്ക്, ഇവിടെ റൈസ് ആൻഡ് കറി എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ എന്താണ് സിംഗുലറായിട്ട് വന്നിരിക്കുന്നത്? ഈസാണ്. ആറും വേറും എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തുമായിരിക്കും? ഈസ് ആയിരിക്കും. അപ്പം റൈസ് ആൻഡ് കറി ഈസ് മൈ ഫേവററ്റ് ഡിഷ് എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ദ കോളേജ് ഡാഷ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വിൽ റീ ഓപ്പൺ, റീ ഓപ്പൺസ്, ഹാസ് റീ ഓപ്പൺഡ്, നൺ ഓഫ് ദീസ്. അതായത് കോളേജ് റീ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ്, വീണ്ടും തുറക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇത് ടെൻസുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ ടൈമിംഗ് വേർഡിനെ ആശ്രയിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ ടൈമിംഗ് വേർഡ് വന്നിട്ടുണ്ട്. ഏതാണ്? നെക്സ്റ്റ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ ടൈമിംഗ് വേർഡ് കണ്ടാൽ നമ്മൾ എന്താണ് സാധാരണ എഴുതുക? സിമ്പിൾ ഫ്യൂച്ചറാണ് എഴുതുന്നത്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ടൈമിംഗ് വേർഡാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറാണ്. വിൽ ഓർ ഷാൾ പ്ലസ് വെർബാണ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? വിൽ റീ ഓപ്പൺ എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റാവും. കാരണം എന്താ? ഇവിടെ ഈ പറയുന്ന സെൻറ്റൻസ് നല്ലതുപോലെ ഒന്നുകൂടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ആക്ച്വലി ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ്, ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷനാണ്. ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ ഏത് ടെൻസിലേ പറയാവൂ? സിമ്പിൾ പ്രസൻറ്റിലേ പറയാവൂ. അതായത് സമീപഭാവിയിൽ, അല്ലേ? തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തെ ഔദ്യോഗികമായി പറയാൻ വേണ്ടി നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കാവൂ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസേ ഉപയോഗിക്കാവൂ. ഇതൊരു ഔദ്യോഗികമായ കാര്യമായതുകൊണ്ട് ഇത് സമീപഭാവി, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ സമീപഭാവിയാണ്. അതുമല്ല, തീരുമാനിച്ചുറപ്പിച്ച കാര്യവും കൂടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങളിൽ പെടുന്ന ഒന്നായ ഏത്? സമീപഭാവിയിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളെ ഔദ്യോഗികമായി പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും എന്നുള്ള ഉപയോഗത്തെ മാനിച്ചുകൊണ്ട് നമ്മളിവിടെ ഈ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് നമ്മൾ എന്ത് എഴുതാവൂ? ബി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് റീ ഓപ്പൺസ്. ഇവിടെ റീ ഓപ്പൺസ് എന്നുള്ളതാണ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ ഇവിടെ റീ ഓപ്പൺസ് എന്ന് വേണം എഴുതാൻ. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് റീ ഓപ്പൺസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കുക. ദ സ്ട്രേഞ്ചർ സെഡ് ടു മീ, വേർ ഡു യു ലീവ്. അപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? ഇൻവേർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന കാര്യത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗമാണ് എന്ത്? ദ സ്ട്രേഞ്ചർ സെഡ് ടു മീ. ആ ഭാഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്
ഈ ഡയറക്റ്റ് സ്പീച്ച്, അതായത് വേർ ഡു യു ലീവ് എന്ന് പറഞ്ഞ ആ ഡയറക്റ്റ് സ്പീച്ച് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ആ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്കൊരു ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുവാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ആരാണിത് പറഞ്ഞത്? സ്ട്രേഞ്ചറാണ് പറഞ്ഞത്. ദ സ്ട്രേഞ്ചർ അപരിചിതൻ. സെഡ് അല്ലേ, പറഞ്ഞു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ കാലമാണ്. സെഡ് എന്ന് പറയുമ്പോൾ ടെൻസാണ്, പാസ്റ്റ് ടെൻസാണ്. ഇനി ആരോടാണ് പറഞ്ഞത്? എന്നോട്, മീ. അപ്പോൾ എന്നോടാണ് പറഞ്ഞത്. ഇത് നമ്മൾ എവിടെയും കൊണ്ടുവരണം, ആൻസറിലും കൊണ്ടുവരണം ഈ ആശയം അല്ലേ. ഇനി നോക്കുക, ഈ പറഞ്ഞത് എന്താണ്? ആക്ച്വലി വേർ ഡു യു ലീവ്. അപ്പോൾ ആ പറഞ്ഞത് എന്താണ്? ഒരു ചോദ്യമാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യമാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ചോദിച്ചതാ. ആ ചോദിച്ച സമയത്ത് ചോദിച്ചതാണെന്ത്? വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്ന്. അപ്പം ഈ വേർ ഡു യു ലീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചോദ്യവാക്യമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് ഒരു ചോദ്യവാക്യമാണ്. അപ്പോൾ ചോദ്യവാക്യത്തിലുള്ള ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ടർ സ്പീച്ച് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചോദ്യവാക്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന സെഡിനെ നമ്മൾ എന്താക്കണം? ആസ്ക്ഡ് എന്ന് ആക്കണം. പിന്നെ നമ്മൾ ടു എഴുതാൻ പാടില്ല. അപ്പം ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ എന്നുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷനും ഏറ്റവും അവസാനത്തെ ഓപ്ഷനിലും ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ, ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ എന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്, അത് ചോദ്യവാക്യമാണ്. ചോദ്യവാക്യമാകുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലുണ്ട് ചോദ്യവാക്യം. എന്ത്? ചോദ്യവാക്കിൽ തുടങ്ങുന്ന, അതായത് ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യവാക്യവും സഹായക്രിയയിൽ തുടങ്ങുന്ന ചോദ്യവാക്യവും. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്ന ചോദ്യവാക്യമാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ അതുപോലെ എടുത്ത് എഴുതുക. അപ്പോൾ വേർ എന്ന് നമ്മൾ എഴുതണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളവയെ, ഡു യു ലീവ് എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റണം. എന്താ സ്റ്റേറ്റ്മെൻറ്റ് രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നീട് വെർബ് വരണം, പിന്നീട് ഒബ്ജക്റ്റ് വരണം. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപം. അപ്പോൾ ഡു യു ലീവിനകത്തെ സബ്ജക്റ്റ് ഏതാണ്? യു ആണ്. ഇനി ഇവിടുത്തെ വെർബ് ഏതാണ്? ലീവ്. ആ വെർബിൻ്റെ കൂടെ സഹായക്രിയയും കൂടെ നമ്മൾ എഴുതി ചേർക്കണം. ഇവിടെ സഹായക്രിയ ഡു ആണ്. അപ്പോൾ ഡു പ്ലസ് ലീവ്. അപ്പം ഡു പ്ലസ് ലീവ് എന്ത് തന്നെയാണ്? ലീവ് തന്നെയാണ്. അപ്പോൾ വേർ യു ലീവ് എന്നാകുമ്പോൾ അപ്പോൾ സബ്ജക്റ്റ് വെർബാകുമ്പോൾ എന്തായി മാറും? യു. പിന്നെ ഡൂം ലീവും കൂടെ ചേർന്ന് ലീവാണ്. അപ്പോൾ യു ലീവ്. അപ്പോൾ അത് ഏത് ടെൻസാണ്? യു ലീവ്. അപ്പോൾ ഡു ഓർ ഡസ് വരുമ്പോൾ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഈ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ വെർബ് സെഡ് എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ കാലമാണ്. അങ്ങനെ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ വെർബ് പാസ്റ്റ് ടെൻസിൽ വരികയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് ഫോമിന് മാറ്റം സംഭവിക്കും. സിമ്പിൾ പ്രസൻറ്റ് എന്തായി മാറും? സിമ്പിൾ പാസ്റ്റായി മാറും. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്തായി മാറും? പാസ്റ്റ് പെർഫെക്റ്റായി മാറും. അത്തരത്തിൽ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ സിമ്പിൾ പ്രസൻ്റ് ആണ്. കാരണം ഡു എന്ന് പറയുന്ന സഹായക്രിയ സിമ്പിൾ പ്രസൻറ്റിൻ്റെയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിനെ പിടിച്ച് എന്താക്കണം? സിമ്പിൾ പാസ്റ്റ് ആക്കണം. അത് ഡിഡ് ചേർക്കണം. ഡു മാറ്റി ലീവിനോടുകൂടി ഡിഡ് ചേർക്കുമ്പോൾ എന്തായി മാറും? ലീവ്ഡ് എന്നായി മാറും. ഓക്കെ, ഇനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വേറെ നമ്മൾ ഓൾറെഡി എഴുതി. ഇനി യു, ആ യു എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. സെക്കൻഡ് പേഴ്സൺ എന്തൊക്കെയായി മാറാം? ഫസ്റ്റ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആയി മാറാം. ഇനി ഫസ്റ്റ് പേഴ്സൺ ആവുന്നത് ഏതാ? ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഐയും വിയുമാണ്. അങ്ങനെ ഐയും വിയും ആയി മാറുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻവെർട്ടഡ് കോമയ്ക്ക് വെളിയിൽ കിടക്കുന്ന ഭാഗത്തെ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണ്? മീ ആണ് അല്ലേ? ആ മീ അല്ലേ ഒബ്ജക്റ്റ്? ദ സ്ട്രേഞ്ചർ സെഡ് ടു മീ എന്ന് പറയുമ്പോൾ ആ മീ ആണ് ഒബ്ജക്റ്റ്. ആ മീ, അങ്ങനെ മീ വരികയാണെങ്കിൽ നമ്മൾ യുവിനെ എന്താക്കി മാറ്റണം? ഐ എന്നാക്കണം. ഇനി ആ മീക്ക് പകരം അസ്സായിരുന്നെങ്കിലോ നമ്മൾ വി എന്നാക്കണം, ഐയെ. അപ്പോൾ ഇവിടെ യുവിനെ വി ആക്കണം. ഇവിടെ നോക്ക്, ഇവിടെ മീ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യുവിനെ പിടിച്ച് നമുക്ക് ഐ ആക്കാം. എന്നിട്ട് ലീവ് എന്നുള്ളത് എന്തായി മാറി? ഡിഡ് ലീവായി മാറി. അപ്പോൾ ലീവ്ഡ് എന്നായി മാറി. അപ്പോൾ കറക്റ്റ് ആൻസർ എങ്ങനെയായിരിക്കും? ദ സ്ട്രേഞ്ചർ ആസ്ക്ഡ് മീ വേർ ഐ ലീവ്ഡ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ? ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ, അത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഷേക്സ്പിയർ ഈസ് മോർ ഫേമസ് ദാൻ ഡാഷ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പം ഈ തന്നിരിക്കുന്നത് ഏത് ഡിഗ്രിയാണ്? മോർ വന്നതുകൊണ്ട് മോർ ഫേമസ് എന്ന് പറയുമ്പോൾ അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പം കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്ന ഒരു സെൻറ്റൻസിൽ ദാനിന് ശേഷം നമ്മൾ മെനി അതറെന്നോ എനി അതറെന്നോ മോസ്റ്റ് അതറെന്നോ ഒക്കെ നമ്മൾ എഴുതാറുള്ളൂ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, എന്താണ് പറഞ്ഞു വന്നത്? ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള ഒരു സെൻറ്റൻസാണ്. അത് നമുക്ക് ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള സെൻറ്റൻസാണ് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? മോർ, MORE, മോർ, അത് എന്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു? ഫേമസ്. ഫേമസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിൻ്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെയാകുമ്പോൾ അതെന്താണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അങ്ങനെ മോർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരണം? ദാൻ വരണം. അങ്ങനെ ദാനിന് ശേഷം പിന്നീട് നമ്മൾ എഴുതേണ്ടത് ഒന്നുകിൽ എനി അതർ, അല്ലെങ്കിൽ മെനി അതർ, അല്ലെങ്കിൽ മോസ്റ്റ് അതർ. ഈ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെയുള്ള ഈ പറയുന്ന എനി അതറോ മോസ്റ്റ് അതറോ മെനി അതറോ ഈ പറയുന്ന സംഭവം ഈ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവിടെ ആൻസറായി വരിക. ഇപ്പോൾ ഇവിടെ നോക്കുക, മെനി പ്ലേ റൈറ്റ്സ് എന്നുണ്ട്, ഓൾ പ്ലേ റൈറ്റ്സ് എന്നുണ്ട്, എനി അതർ പ്ലേ റൈറ്റ് എന്നുണ്ട്. അപ്പോൾ എനി അതർ വന്നു. അപ്പം പിന്നെ എനി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനി അതർ എന്ന് വരണം. അപ്പോൾ ഇവിടെ എനി അതർ എന്നുണ്ട്. ഈ ഓപ്ഷനിൽ സി എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സി എന്ന് പറയുന്ന ഓപ്ഷന് എനി അതർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനി അതർ പ്ലേ റൈറ്റ്. അപ്പോൾ ഇവിടെ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഇത് കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, ഡാഷ് ഇൻഫർമേഷൻ ഹി ഹാഡ് വാസ് നോട്ട് ക്വയറ്റ് റിലയബിൾ. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഇൻഫർമേഷൻ അത് പൂർണ്ണമായും എന്തല്ല? റിലയബിൾ അല്ലെന്നാണ് പറയുന്നത്. ദ റിലയബിൾ, വിശ്വസിക്കാവുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്നത് എന്നാണ് റിലയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് റിലയബിൾ എന്നാകുമ്പം നമുക്ക് ആശ്രയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത. അപ്പം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വിവരം അത് പൂർണ്ണമായും, ക്വയറ്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം? പൂർണ്ണമായും. അങ്ങനെ പൂർണ്ണമായും റിലയബിൾ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് ലിറ്റിൽ തന്നിട്ടുണ്ട്, ലിറ്റിൽ തന്നിട്ടുണ്ട്, ദ ഫ്യൂ തന്നിട്ടുണ്ട്, ദ ലിറ്റിൽ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലിറ്റിലും ഫ്യൂവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിയണം. എന്താണ് ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ ഒക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറയാൻ, അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ലിറ്റിൽ, ലിറ്റിൽ, ദ ലിറ്റിൽ ഉപയോഗിക്കുന്നത്. ഇനി ഫ്യൂ, ഫ്യൂ, ദ ഫ്യൂ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കും? കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂ, ഫ്യൂ, ദ ഫ്യൂ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവ രണ്ടിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. എന്ത്? ലിറ്റിലും ലിറ്റിലിൻ്റെയും ഫ്യൂവിൻ്റെ അർത്ഥം എന്തായിരിക്കും? കുറച്ച്. ഇനി ലിറ്റിലും ഫ്യൂവും, അത് ഇല്ലാതെ ലിറ്റിലും ഫ്യൂ എന്ന് വരികയാണെങ്കിൽ അത് നെഗറ്റീവാണ്, ഒട്ടും ഇല്ലെന്നാണ്. എന്നാൽ ദ വന്നാലോ? ദ ലിറ്റിൽ, ദ ഫ്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വളരെ കുറച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻഫർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഫർമേഷനെ നമുക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് കൗണ്ടബിൾ അല്ല. അപ്പോൾ അത് അൺകൗണ്ടബിളാണ്. അപ്പോൾ അൺകൗണ്ടബിൾ വന്നതുകൊണ്ട് നമ്മളിനി എന്തിനെയൊക്കെ പരിഗണിച്ചാൽ മാത്രം മതി? ലിറ്റിലിനെയും ലിറ്റിലിനെയും ദ ലിറ്റിലിനെയും മാത്രം പരിഗണിച്ചാൽ മതി. ദ ഫ്യൂ വേണ്ട. കാരണം ഫ്യൂ ഒക്കെ കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ലിറ്റിൽ വരുമോ, ലിറ്റിൽ വരുമോ, ദ ലിറ്റിൽ വരുമോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഇപ്പോൾ ഇവിടെ റിലയബിൾ അല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ റിലയബിൾ അല്ല എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കയ്യിലുള്ള വിവരം എന്താ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. അപ്പോൾ വളരെ കുറച്ച് വിവരമേ ഉള്ളൂ. അപ്പം വളരെ കുറച്ച് എന്ന് വരണം. അപ്പം ലിറ്റിൽ നിന്ന് മാത്രമാണെങ്കിൽ എന്താ? കുറച്ചെന്ന. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒട്ടുമില്ലെന്നാ. ഇവിടെ ലിറ്റിൽ ആണോ അല്ലെങ്കിൽ ദ ലിറ്റിൽ ആണോ എന്നുള്ളതായിരിക്കും നമുക്കിവിടെ കൺഫ്യൂഷൻ വരിക. ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ച്. ഇവിടെ കുറച്ച് പോലും ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് റിലയബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കുറച്ച് എന്ന് പറയണമെങ്കിൽ ആ അർത്ഥത്തിൽ ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണിൻ്റെ കൂടെ നമ്മൾ ഏതായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ദ ലിറ്റിൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഡി എന്ന് പറയുന്ന ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷനായ ദ ലിറ്റിൽ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളുടെ ഈ ഫസ്റ്റ് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്.
പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇംഗ്ലീഷിനെ നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവർ തുടർന്ന് നിങ്ങളുടെ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണുവാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി കയറി കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.